എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജിത്ത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് ടീച്ചേഴ്സ്, രക്ഷകർത്താവ്, പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സ്കൂളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പറയാതിരിക്കാൻ വയ്യ, പറഞ്ഞേ പറ്റൂ. സ്കൂൾ ഉൾപ്പെടെ ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, ആ ഒരു അനുഭവം അങ്ങനെയാണ്, വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. 7 മണിക്കായിരുന്നു എക്സാം. അപ്പോൾ ഞാൻ 6:35 സ്കൂളിലെത്തി. ഞാൻ സ്കൂളിലെത്തിയ സമയത്ത് ഹോളിലോട്ട് കയറിയല്ലേ, യൂറിൻ പാസ് ചെയ്യാമെന്ന് പറഞ്ഞ് യൂറിനിലോട്ട് പോയി. ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഈ പറയുന്നതിൻ്റെ കാര്യം അവസാനം പറയും. ആദ്യം യൂറിനിൽ പോയെന്ന് പറയുന്നല്ലോ. അപ്പം രണ്ടാമത് എക്സാം എല്ലാം കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പം പെരുമഴയായിരുന്നു. അപ്പോൾ എന്താ വിചാരിച്ചു, എന്തായാലും മഴയല്ലേ, എന്തായാലും വണ്ടി ദൂരെയാണ് കിടന്നത്, വണ്ടി എടുക്കാൻ സമയം എടുക്കും, എന്തായാലും ഒന്നുകൂടെ യൂറിൻ പാസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഞാൻ ആ സമയം യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോയ സമയത്ത് യൂറിനകത്ത് കയറി. യൂറിൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കുറച്ച് പറഞ്ഞ കണക്ക് അടിയിലൊരു സ്ലാബ് ഇട്ട് 2 സ്ലാബ് അവിടെ എല്ലാം വെച്ച് അതിനകത്ത് ഈ പറഞ്ഞ യൂറിനൊന്നും വെച്ചിട്ടില്ല. അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അസഹനീയ വാടയുണ്ട് കേട്ടോ. അസഹനീയ വാടയാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഞാൻ അതിനകത്ത് കയറിയ സമയത്ത് ആദ്യം കയറിയപ്പം ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗാർത്ഥികളെ മാത്രമേ അകത്ത് കയറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. രണ്ടാമത് എക്സാം തീരാറായി. ആ സമയത്ത് സ്കൂൾ കുട്ടികളെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറയാനുള്ള കാര്യം. അപ്പം ഞാൻ രണ്ടാമത് ഇറങ്ങുന്നത് യൂറിനറി കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അതൊരു ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. മൂക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിയ സമയത്ത് അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ പാൻപരാഗ്, ഷംപു, പിന്നെന്താ ചൈനീക്കൈനി, ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ കവറുകളും ബീഡിക്കുറ്റി, സ്വേറ്റ് കുറ്റി, ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് അവിടുത്തെ പ്രിൻസിപ്പളിനെ എനിക്ക് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹോളിൽ നിന്ന് സാറിൻ്റെ അടുത്ത് സാറിന് എനിക്ക് ഈ പ്രിൻസിപ്പളിനെ കാണുമെന്ന് പറഞ്ഞ് പുള്ളി ഓടിയെന്ന് പറഞ്ഞു, എന്തോ ഉപ്പിട്ടില്ലേ? നമ്മൾ ഉപ്പനല്ല, വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം സാറ് തിരക്കില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പണി, സാറ് തിരക്കില്ലല്ലേ, ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം, ഇതിനൊക്കെ യൂറിനകത്ത് ഷംപൂ, പാൻപരാഗ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ പാക്കറ്റ് കിടക്കുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്യാറില്ലെന്ന് വെച്ചാൽ എടുത്തായി പറയുക, ഞങ്ങളൊന്നും അങ്ങോട്ട് പോകാറില്ലെന്ന്. അപ്പോൾ വീട്ടിൽ വരുന്നത് ഈ സാധനങ്ങൾ കൊണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾക്ക് അറിയാം. രക്ഷകർത്താക്കൾക്ക് സ്മെല്ല് മാറുമ്പോഴത്തേക്ക് രക്ഷകർത്താക്കൾക്ക് അറിയാം എന്താണ് അതിനൊരു സ്മെല്ലെന്നൊക്കെ ചോദിക്കുന്ന ടീമുകളുള്ള രക്ഷകർത്താക്കളാണ് 99% ഉള്ളത്. അപ്പം സ്കൂളിൽ സാറന്മാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. സാറന്മാരെ, ഞാൻ പുതിയ തലമുറയുടെ കൂമ്പ് വാടിപ്പോയിരിക്കാൻ വേണ്ടി പറയുക, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പം ഞാനിത് ഈ പറയുന്നത് നിങ്ങൾ ഈ നല്ല രീതിയിൽ സാധനം ഷെയർ ചെയ്യേണ്ടതാണ്. ഇത് എത്തേണ്ടവരിൽ എത്തുക. അത് എനിക്കിത് കൂടുതൽ പറയാനുള്ളത്. ഈ പുതുതലമുറയുടെ കൂമ്പ് പാടാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്കൂളിൽ നല്ല രീതിയിൽ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.